അമിതാഭ് ബച്ചനും 1996 മിസ് വേൾഡ് മത്സരവും തമ്മിലുള്ള ബന്ധം ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു നിർണായക അധ്യായമാണ്. ബോളിവുഡിന്റെ ബിഗ് ബി അമിതാഭ് ബച്ചൻ തന്റെ കരിയറിന്റെ ഉന്നതിയിൽ നിൽക്കുമ്പോൾ ഏറ്റെടുത്ത ഒരു വലിയ വെല്ലുവിളിയായിരുന്നു മിസ് വേൾഡ് മത്സരം ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലും കരിയറിലും ഈ സംഭവം ഒരു വലിയ വഴിത്തിരിവായി. ഇത് അദ്ദേഹത്തെ സാമ്പത്തികമായി തളർത്തിയെങ്കിലും ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ ഉയർത്തെഴുന്നേൽക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഇന്ന് നമ്മൾക്ക് 1996 ആ കഥ കേൾക്കാം. നമസ്കാരം, ഞാൻ രഞ്ജിത് കൃഷ്ണൻ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1990കളുടെ മധ്യത്തിൽ അദ്ദേഹം അമിതാഭ് ബച്ചൻ കോർപ്പറേഷൻ ലിമിറ്റഡ് അഥവാ ABCL എന്ന പേരിൽ ഒരു കമ്പനി ആരംഭിച്ചു. വിനോദ വ്യവസായത്തിൽ ഒരു വിപ്ലവം സൃഷ്ടിക്കുക എന്നതായിരുന്നു ABCLന്റെ ലക്ഷ്യം. സിനിമാ നിർമ്മാണം, ടെലിവിഷൻ പ്രൊഡക്ഷൻ, ഇവന്റ് മാനേജ്മെന്റ്, മ്യൂസിക് ലേബൽ തുടങ്ങി നിരവധി മേഖലകളിൽ ABCL ചുവടുറപ്പിച്ചു. അമിതാഭ് ബച്ചന്റെ പ്രശസ്തിയും ബ്രാൻഡ് മൂല്യവും ABCLന് വലിയൊരു മുതൽക്കൂട്ടായിരുന്നു. കമ്പനി അതിവേഗം വളർന്നു, വലിയ പ്രൊജക്ടുകൾ ഏറ്റെടുക്കാൻ തുടങ്ങി. ഈ സമയത്താണ് 1996 മിസ് വേൾഡ് മത്സരം ഇന്ത്യയിൽ നടത്താനുള്ള അവസരം ABCLന് ലഭിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യ മത്സരങ്ങളിൽ ഒന്നായ മിസ് വേൾഡ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് ഒരു വലിയ നേട്ടമായിട്ടാണ് അന്ന് കണക്കാക്കപ്പെട്ടത്. ഇത് ഇന്ത്യയുടെ അന്താരാഷ്ട്ര പ്രതിച്ഛായ വർദ്ധിപ്പിക്കുമെന്നും വിനോദ വ്യവസായത്തിന് വലിയ ഉത്തേജനം നൽകുമെന്നും പ്രതീക്ഷിക്കപ്പെട്ടു. അമിതാഭ് ബച്ചനും ABCLും ഈ ദൗത്യം ഏറ്റെടുക്കാൻ തയ്യാറായി. 1996 നവംബർ 23 ബാംഗ്ലൂരിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ വെച്ചാണ് 46ാമത് മിസ് വേൾഡ് മത്സരം നടന്നത്. 88 രാജ്യങ്ങളിൽ നിന്നുള്ള സുന്ദരിമാർ പങ്കെടുത്ത ഈ മത്സരം സംഘടിപ്പിക്കുക എന്നത് ABCLനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വെല്ലുവിളിയായിരുന്നു. അന്ന് ഇന്ത്യയിൽ ഇത്രയും വലിയൊരു അന്താരാഷ്ട്ര ഇവന്റ് സംഘടിപ്പിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പരിമിതമായിരുന്നു. എങ്കിലും ABCL വലിയൊരു ടീമിനെ അണിനിരത്തിക്കൊണ്ട് ഈ ദൗത്യം ഏറ്റെടുത്തു. മത്സരം പ്രഖ്യാപിച്ചത് മുതൽ വിവാദങ്ങൾ തലപൊക്കിയിരുന്നു. സൗന്ദര്യ മത്സരങ്ങൾ സ്ത്രീകളെ ഒരു ഉൽപ്പന്നമായി കാണുന്നു എന്നാരോപിച്ച് നിരവധി സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. ഫെമിനിസ്റ്റ് ഗ്രൂപ്പുകളും സാമൂഹിക പ്രവർത്തകരും മത്സരത്തിനെതിരെ ശക്തമായ നിലപാടെടുത്തു. ബാംഗ്ലൂരിൽ ഉടനീളം പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. ചില സംഘടനകൾ സ്വയം തീ കൊളുത്തി ആത്മഹത്യ ചെയ്യുമെന്ന് വരെ ഭീഷണി മുഴക്കി. ഇത് സംഘാടകർക്ക് വലിയ തലവേദന സൃഷ്ടിച്ചു. സുരക്ഷാ പ്രശ്നങ്ങൾ ഒരു പ്രധാന വെല്ലുവിളിയായി മാറി. ABCLന് ഈ പ്രതിഷേധങ്ങളെ നേരിടേണ്ടി വന്നു. മത്സരത്തിന്റെ വേദി മാറ്റുന്നതിനെക്കുറിച്ചും റദ്ദാക്കുന്നതിനെക്കുറിച്ചും വരെ ചർച്ചകൾ നടന്നു. എന്നാൽ അമിതാഭ് ബച്ചൻ പിന്മാറാൻ തയ്യാറായില്ല. അദ്ദേഹം എല്ലാ വെല്ലുവിളികളെയും നേരിടാൻ ഉറച്ചു നിന്നു. ഒടുവിൽ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളോടെയും വലിയ വിവാദങ്ങൾക്കിടയിലും മത്സരം നടന്നു. മത്സരത്തിന്റെ നടത്തിപ്പിൽ സാമ്പത്തികമായ വലിയ ബാധ്യതകൾ ABCLനുണ്ടായി. പ്രതീക്ഷിച്ചതിലും അധികം ചിലവുകൾ വന്നു. സ്പോൺസർഷിപ്പുകൾ ലഭിക്കുന്നതിലും ടിക്കറ്റ് വിൽപ്പനയിലും പ്രശ്നങ്ങൾ നേരിട്ടു. അവസാന നിമിഷം വരെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ABCLനെ അലട്ടി. അവസാനം ഗ്രീസിൽ നിന്നുള്ള ഐറിൻ സ്ക്ലീവ മിസ് വേൾഡ് 1996 കിരീടം ചൂടി. ഇന്ത്യയെ പ്രതിനിധീകരിച്ച റാണ ലിയാഖത്ത് അലിക്ക് ആദ്യ 10 പോലും ഇടം നേടാൻ കഴിഞ്ഞില്ല. മത്സരം വിജയകരമായി പൂർത്തിയാക്കിയെങ്കിലും ABCLന് വലിയ സാമ്പത്തിക നഷ്ടം നേരിടേണ്ടി വന്നു. മിസ് വേൾഡ് മത്സരത്തിന്റെ നടത്തിപ്പ് ABCLനെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടു. മത്സരത്തിന് വേണ്ടി വന്ന ഭീമമായ ചിലവുകൾ, പ്രതീക്ഷിച്ച വരുമാനം ലഭിക്കാതെ വന്നത്, മറ്റ് പ്രൊജക്ടുകളിൽ നിന്നുള്ള നഷ്ടങ്ങൾ എന്നിവയെല്ലാം കമ്പനിയെ തകർച്ചയിലേക്ക് നയിച്ചു. ABCLന് വലിയ കടബാധ്യതകളുണ്ടായി. അമിതാഭ് ബച്ചന്റെ വ്യക്തിപരമായ സാമ്പത്തിക സ്ഥിതിയും ഇതോടെ വഷളായി. അദ്ദേഹം കമ്പനിയുടെ കടങ്ങൾ വീട്ടാൻ തന്റെ സ്വത്തുക്കൾ പോലും വിൽക്കേണ്ട അവസ്ഥയിലെത്തി. ബാങ്കുകളിൽ നിന്നും സ്വകാര്യ വ്യക്തികളിൽ നിന്നും എടുത്ത വായ്പകൾ തിരിച്ചടയ്ക്കാൻ കഴിയാതെ വന്നു. അമിതാഭ് ബച്ചന്റെ വീട്ടിലേക്ക് കടക്കാർ വരാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ബംഗ്ലാവ് പ്രതീക്ഷ പോലും ജപ്തി ഭീഷണിയിലായി. ഈ കാലഘട്ടം അമിതാഭ് ബച്ചന്റെ ജീവിതത്തിലെ ഏറ്റവും ദുരിതപൂർണമായ ഒന്നായിരുന്നു. അദ്ദേഹം മാനസികമായി തളർന്നു. ഒരു സമയത്ത് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ താരമായിരുന്ന അമിതാഭ് ബച്ചൻ സാമ്പത്തികമായി തകർന്ന് കടക്കെണിയിൽപ്പെട്ട് ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നുപോയി. അദ്ദേഹത്തിന് സിനിമകളിൽ അവസരങ്ങൾ കുറഞ്ഞു. പുതിയ പ്രൊജക്ടുകൾ ലഭിക്കാതെയായി. ഒരുപാട് കാലം സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വന്നു. സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ അമിതാഭ് ബച്ചൻ പല വഴികളും തേടി. അദ്ദേഹം യഷ് ചോപ്രയെ സമീപിക്കുകയും തനിക്ക് സിനിമയിൽ അവസരം നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. യഷ് ചോപ്ര അദ്ദേഹത്തിന് മൊഹബത്തേൻ എന്ന സിനിമയിൽ ഒരു പ്രധാന വേഷം നൽകി. ഈ സിനിമ അദ്ദേഹത്തിന് ഒരു തിരിച്ചുവരവിന് വഴിയൊരുക്കി. എന്നാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായത് കോൻ ബനേഗ ക്രോർപതി എന്ന ടെലിവിഷൻ പരിപാടിയുടെ അവതാരകനായി എത്തിയതാണ്. 2000 ആരംഭിച്ച KBC ഇന്ത്യൻ ടെലിവിഷൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നായി മാറി. അമിതാഭ് ബച്ചന്റെ അവതരണം പരിപാടിയുടെ വിജയത്തിന് വലിയ പങ്കുവഹിച്ചു. അദ്ദേഹത്തിന്റെ ശബ്ദം, വ്യക്തിത്വം
പ്രേക്ഷകരുമായി സംവദിക്കാനുള്ള കഴിവ് എന്നിവയെല്ലാം കോൻ ബനേഗ ക്രോർപതിയെ ജനപ്രിയമാക്കി. KBC അമിതാഭ് ബച്ചനെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റാൻ സഹായിച്ചു. അദ്ദേഹത്തിന് വീണ്ടും ജനപ്രീതി ലഭിച്ചു. സിനിമകളിൽ നിന്ന് കൂടുതൽ അവസരങ്ങൾ ലഭിക്കാൻ തുടങ്ങി. ബാഗ്ബാൻ, ബ്ലാക്ക്, പാ തുടങ്ങിയ സിനിമകളിലൂടെ അദ്ദേഹം തന്റെ അഭിനയ ജീവിതത്തിലെ പുതിയ അധ്യായം കുറിച്ചു. പ്രായം അദ്ദേഹത്തിന് ഒരു തടസ്സമായില്ല. ഓരോ സിനിമയിലും അദ്ദേഹം വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചു. KBCയുടെ വിജയത്തോടെ അമിതാഭ് ബച്ചൻ വീണ്ടും ബോളിവുഡിന്റെ കിരീടം വെച്ച രാജാവായി മാറി. അദ്ദേഹത്തിന്റെ ബ്രാൻഡ് മൂല്യം വർദ്ധിച്ചു. പരസ്യ ചിത്രങ്ങളിലും അദ്ദേഹം സജീവമായി. കടങ്ങളെല്ലാം വീട്ടുകയും സാമ്പത്തികമായി സുരക്ഷിതനാവുകയും ചെയ്തു. അമിതാഭ് ബച്ചന്റെയും മിസ് വേൾഡ് മത്സരത്തിന്റെയും കഥ ഇന്ത്യൻ വിനോദ വ്യവസായത്തിലെ ഒരു പ്രധാന പാഠപുസ്തകമാണ്. വലിയ പ്രൊജക്ടുകൾ ഏറ്റെടുക്കുമ്പോൾ കൃത്യമായ സാമ്പത്തിക ആസൂത്രണം എത്രത്തോളം പ്രധാനമാണെന്ന് ABCLന്റെ തകർച്ച നമ്മെ പഠിപ്പിക്കുന്നു. പ്രതീക്ഷിക്കാത്ത ചിലവുകളും വരുമാനത്തിലെ കുറവും ഒരു കമ്പനിയെ എങ്ങനെ തകർക്കാം എന്നതിന്റെ ഉദാഹരണമാണിത്. പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ടു പോകാനുള്ള മനുഷ്യന്റെ കഴിവിന്റെ ഉത്തമ ഉദാഹരണമാണ് അമിതാഭ് ബച്ചന്റെ തിരിച്ചുവരവ്. എത്ര വലിയ പരാജയങ്ങൾ നേരിട്ടാലും കഠിനാധ്വാനത്തിലൂടെയും ആത്മവിശ്വാസത്തിലൂടെയും വിജയത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുമെന്ന് അദ്ദേഹം തെളിയിച്ചു. മിസ് വേൾഡ് മത്സരത്തിനെതിരായ പ്രതിഷേധങ്ങൾ സാമൂഹിക വിഷയങ്ങളിൽ മാധ്യമങ്ങൾക്കും പൊതുജനങ്ങൾക്കും എത്രത്തോളം സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന് കാണിച്ചു തന്നു. ഒരു ഇവന്റ് സംഘടിപ്പിക്കുമ്പോൾ സാമൂഹികവും സാംസ്കാരികവുമായ വിഷയങ്ങൾ പരിഗണിക്കേണ്ടതിന്റെ പ്രാധാന്യം ഇത് എടുത്തു കാണിക്കുന്നു. KBCയുടെ വിജയം ഇന്ത്യൻ ടെലിവിഷൻ വ്യവസായത്തിന്റെ ശക്തിയും സാധ്യതകളും വെളിപ്പെടുത്തി. സിനിമാ താരങ്ങൾക്ക് ടെലിവിഷനിലൂടെയും വലിയ ജനപ്രീതി നേടാൻ കഴിയുമെന്ന് ഇത് തെളിയിച്ചു. ഒരു വലിയ പരാജയം നേരിട്ടപ്പോഴും അമിതാഭ് ബച്ചൻ തന്റെ കടങ്ങൾ വീട്ടാനും തന്റെ കരിയർ തിരികെ കൊണ്ടുവരാനും കാണിച്ച പ്രതിബദ്ധത അഭിനന്ദനാർഹമാണ്. അദ്ദേഹത്തിന്റെ ദൃഢനിശ്ചയവും കഠിനാധ്വാനവുമാണ് അദ്ദേഹത്തെ വീണ്ടും വിജയത്തിലേക്ക് നയിച്ചത്. അമിതാഭ് ബച്ചനും മിസ് വേൾഡ് മത്സരവും തമ്മിലുള്ള ബന്ധം കേവലം ഒരു സൗന്ദര്യ മത്സരത്തിന്റെ കഥയല്ല, മറിച്ച് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളുടെയും പരാജയങ്ങളെ അതിജീവിച്ച് വിജയത്തിലേക്ക് തിരിച്ചു വരുന്നതിന്റെയും കഥയാണ്. ABCLന്റെ തകർച്ച അദ്ദേഹത്തിന് വലിയൊരു പാഠമായിരുന്നെങ്കിലും അത് അദ്ദേഹത്തെ കൂടുതൽ ശക്തനാക്കുകയും പിന്നീട് ഇന്ത്യൻ വിനോദ വ്യവസായത്തിൽ ഒരു ഇതിഹാസമായി മാറാൻ സഹായിക്കുകയും ചെയ്തു. ഇന്നും അമിതാഭ് ബച്ചൻ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തികളിൽ ഒരാളായി തുടരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതം പലർക്കും പ്രചോദനമാണ്. മിസ് വേൾഡ് 1996 എന്ന സംഭവം അദ്ദേഹത്തിന്റെ കരിയറിലെ ഒരു കറുത്ത അധ്യായമായിരുന്നു. എന്നിരുന്നാലും അതിനുശേഷം അദ്ദേഹം നടത്തിയ തിരിച്ചുവരവ് ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ സുവർണ അധ്യായങ്ങളിൽ ഒന്നായി രേഖപ്പെടുത്തപ്പെട്ടു. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.